അതെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും എക്സൈറ്റഡ് ആവുന്ന പോലെ എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസും നമ്മൾ വർഷത്തോളം കാത്തിരിക്കുന്ന ഒരു മാച്ചാണല്ലോ. അപ്പോൾ ലോകം മുഴുവനും കാത്തിരിക്കുന്ന ഒരു മാച്ചാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സഞ്ജുവിന്റെ പേര് പല തവണ ഈ ഇന്ത്യൻ ടീമിലേക്ക് വന്നായിരുന്നു. ഈ ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുമ്പോഴേ കളിക്കാൻ പറ്റാത്തതിൽ, ടീമിന്റെ ഭാഗമാകാൻ പറ്റാത്തതിൽ നിരാശയുണ്ടോ? ഉറപ്പായിട്ടും. എപ്പോഴും ഇന്ത്യ ഒരു മാച്ച് കളിക്കുമ്പോൾ അതിന്റെ ഭാഗമാവണമെന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. എന്താ സംഭവിച്ചത് ടീമിൽ വരാതിരുന്ന ചെറിയ ഒരു സെലക്ടറിന്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, നമ്മുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാച്ച് കളിക്കുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. അതെ. പ്രതീക്ഷ ഉറപ്പായിട്ടാണ് നമ്മൾ തന്നെ ജയിക്കുമെന്നാണ്. നമ്മൾ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ദുബൈയിൽ നമ്മുടെ മലയാളികളെല്ലാം സ്റ്റേഡിയത്തിൽ നിറഞ്ഞ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നാണ് ആഗ്രഹം. ഇതേ സമയത്ത് തന്നെയാണ് ഈ രഞ്ജി ട്രോഫി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ആദ്യമായിട്ട് ഫൈനലിൽ കയറിയിരുന്നു. അതിലും സഞ്ജു ഭാഗമല്ല. അതെ അതെ. അപ്പോൾ അത് ഭയങ്കര വലിയ സ്വപ്നമാണ്. ഇന്നലെ ആയിരുന്നില്ലേ നമ്മൾ ഫൈനലിൽ കയറിയത്. അപ്പോൾ ഇന്നലെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ ആയിരുന്നു ആ മാച്ച്. ലൈവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ റണ്ണും അടിക്കുമ്പോഴും ഓരോ വിക്കറ്റ് വീഴുമ്പോഴും ആ ഒരു ഡ്രീം അടുക്കുന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ രഞ്ജി ട്രോഫി സാറിൻ്റെ കൂടെ കയറിയ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രഞ്ജി ട്രോഫി കേരളം ജയിക്കണമെന്ന്. അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞ് അത് നടക്കുമ്പോൾ ഞാൻ ടീമിൽ ഉണ്ടാവാത്തത് ഒരു ചെറിയ വിഷമമുണ്ട്. ചെറിയൊരു ഇഞ്ചുറി വന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഫൈനലിൽ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഗ്രൗണ്ടിലുണ്ടാവും. ഫൈനലിൻ്റെ ലാസ്റ്റ് ദിവസം ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. ടീമിൻ്റെ കൂടെ ജയിച്ചാലും തോറ്റാലും ഞാൻ ടീമിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഞാനൊരു പ്രോമിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടായിരിക്കും ഫൈനലിൻ്റെ ലാസ്റ്റ് ദിവസം. ചേട്ടാ ഇപ്പോൾ അതല്ലേ പറഞ്ഞു, ഹെഡ്ഫോൺ വർക്ക് ചെയ്യാൻ. അതെ അതെ. ഏത് ടീമിന്റെ? അല്ല, അവര് ഗുജറാത്തിലായിരുന്നല്ലോ കേട്ടോ. ഞാൻ ഇവിടെയാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബം പോലെ നമ്മൾ 10-15 വർഷമായിട്ട് ഒന്നിച്ചാണ്. അപ്പോൾ അവർ പണ്ട് നമ്മൾ കേരള ടീം കളിക്കുമ്പോഴൊക്കെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സെ കളിയാക്കുമായിരുന്നു. അപ്പുറത്തുള്ളവർ, നിങ്ങൾ പറ്റൂല, നിങ്ങളെ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റൂല, ക്വാളിഫൈ ആവാൻ പറ്റൂല, നിങ്ങൾ ക്വാർട്ടർ ഫൈനലിലെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ധൈര്യത്തോടെ പറയുമായിരുന്നു ഒരു ദിവസം വരും, കേരള ക്രിക്കറ്റും ഒരു ദിവസം രഞ്ജി ട്രോഫി ജയിക്കുമെന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം അടുത്തെത്തിയതിൽ വലിയ ഇമോഷണലായിട്ട് ഭയങ്കര സപ്പോർട്ടുണ്ട്. സപ്പോർട്ടല്ല, സന്തോഷമുണ്ട്. അതെ. അതെ. അല്ല, എല്ലാവരും കളിക്കാൻ എളുപ്പമാണ്, കളി കാണാൻ ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വർഷം എന്തോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന കേരള ടീമിന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രഷർ സിറ്റുവേഷൻസിൽ നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ക്രഞ്ച് സിറ്റുവേഷൻസെ കാണും. ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് കിട്ടിയാൽ കൊള്ളായിരിക്കും, ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് പോകാൻ പാടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ എല്ലാ നോക്കൌട്ട്സും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലേ സാർ. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മുതൽ സെമി ഫൈനൽ മുതൽ നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽ ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 80 റണ്ണ് നമ്മുടെ സൽമാൻ നിസാറും ബേസിൽ തമ്പിയൊക്കെ അടിച്ചു. അപ്പോൾ എല്ലാ ക്രൂഷ്യൽ സമയത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സും സീനിയർ പ്ലേയേഴ്സും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു സീസണിന്റെ ഒരു പാറ്റേൺ ആണല്ലോ ഇത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സെമി ഫൈനലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീല് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ നമ്മുടെ സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റാണ് നമ്മൾ അവസാനം കളി ജയിപ്പിച്ചത്. അപ്പോൾ എന്തോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ എന്തോ നല്ലൊരു കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ സന്തോഷമുണ്ട്.